ഇവിടെ ഏത് സിനിമയാണ് കാണുന്നത്? അത് 2 സിനിമയുണ്ട്. ദിലീപിൻ്റെ പടമുണ്ട്, സർക്കിട്ട് ഉണ്ട്. അപ്പോൾ ഏതാണ് ഏതാണ് വേണ്ടപ്പെട്ടവരാണ്? അപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്? ദിലീപേട്ടൻ്റെ പ്രിൻസ് കാണാനായിട്ടായിരിക്കും. അപ്പോൾ ദിലീപേട്ടനാണ് മറ്റേ സർക്കിട്ട് ഞാൻ കണ്ടോളാം. ഇപ്പോൾ ദിലീപേട്ടൻ്റെ പടം കാണാനാണ് കാളി മാസ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കുറേ ദിവസമായി വന്നിട്ടില്ല. ഞാൻ പാലക്കാട് തമിഴ് ഓഫീസിലാണ്. ഞാനിപ്പോൾ ഡാൻസ് കൊറിയോഗ്രാഫർ ഡാൻസ് കൊറിയോഗ്രാഫർ ഞാൻ മിസ്റ്റേക്കുണ്ട്. പിന്നെ അപ്പം ഞാനത് കാണും. എങ്ങനെയുണ്ട് കാളി മാസ്റ്ററിൻ്റെ ഡാൻസ് എന്ന് നമുക്ക് കണ്ടേ ഞാൻ എൻ്റെ ഇഷ്ടം ഓക്കെ ആദ്യം. പക്ഷേ അവർ ഡാൻസ് ഇപ്പം ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഒരു പടം ചെയ്തു, അതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിട്ട് സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ കിഞ്ചി പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്താലും സെറ്റാവില്ല. അപ്പോൾ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഫൈറ്റ് കിടന്ന് ഞാൻ കിടന്ന് ചിരിച്ചു പറയുകയും ചെയ്തു. കാരണം തൃപ്തി വരും. ആക്ടിങ്ങിൽ അർപ്പിച്ചിട്ട് വേണം വരാൻ. ഞാൻ ആക്ഷൻ സിനിമയിലാണ് അഭിനയിക്കുന്നത്, തോന്നിയിട്ട് അവിടെ ആക്ഷൻ ചെയ്യാൻ വേണ്ടി വരണം. അല്ലാണ്ട് എനിക്ക് മുട്ട് വിളക്കാൻ പറ്റില്ല, നടുവിളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സിനിമയിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആ സ്പോട്ടിലായിരിക്കും ട്രെയിൻ ചെയ്യുക. അപ്പോൾ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു തന്നെ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ടിക്കറിന് എടുത്തിട്ടും കാര്യമില്ല, നേരെ നിർത്തിയിട്ടും കാര്യമില്ല. അവർ ചെയ്യില്ല. ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് എന്താ പറയുക, എന്തൊക്കെ ചെയ്താലും സ്ക്രീനിൽ വരുമ്പോൾ അത് കണ്ടില്ലെങ്കിൽ എന്നെ തെറി പറയാൻ പറ്റും എന്ന് പറഞ്ഞ ഡാൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രയൊക്കെ ട്രെയിൻ ചെയ്ത് കൊടുത്താലും ചില കഥാപാത്രങ്ങൾ അത് അവർക്ക് വരില്ല. ആക്ഷൻ വരുന്ന പോലെ വന്നില്ല, വന്നൊന്നുമില്ല. അങ്ങനെ കുറേ ഉണ്ട് ഡാൻസിൽ. കുറേ കാര്യങ്ങളൊക്കെ കോസ്റ്റ്യൂം, പാട്ടിനനുസരിച്ച് സ്റ്റെപ്സ് ചിലപ്പോൾ സിമ്പിളായിരിക്കും, എന്നാലും അത് കൊറിയോഗ്രാഫിയാണ്. പിന്നെ കഷ്ടപ്പെട്ട് എത്രയൊക്കെ ചെയ്താലും സ്ക്രീനിൽ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ സത്യം നമുക്കൊക്കെ നെഞ്ചിരിപ്പാണ്. കാരണം നമ്മുടെ പേരാണല്ലോ പോണെന്ന്. ഒന്ന് പെണ്ണാണ്, ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതൊക്കെ തരണം ചെയ്ത് ഈ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കുമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ചൂടെ കൂടെ ഒരു കിലോമീറ്ററോളം നടക്കാവില്ല. പൊള്ളിട്ട് ചപ്പുറത്തേക്ക് ചാടാനും പറ്റില്ല, അതിൻ്റെ സന്നിധിക്കുകയും വേണം. എൻ്റെ അന്നോട് അപ്പോൾ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇതാ. പക്ഷെ എന്താണെന്നറിയോ, പെണ്ണാണെന്നുള്ളതിൻ്റെ ഒരു കുറച്ച് ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അയ്യോ നിനക്ക് ഇത്രയൊക്കെ മതി ഉണ്ടാവും മൈൻഡ്. എന്നിട്ട് ഞാൻ ആ പരിമിതിയിൽ നിന്ന് കഴിയുമ്പോൾ അപ്പോൾ മിക്കവർക്ക് അറിയാണ്ടല്ലോ, ഞാൻ വിളിച്ച് ഓരോരുത്തർ വിളിച്ചിട്ട് ചേട്ടാ ഞാൻ ജോലി ചെയ്തിട്ട് കൂലിയാണ് ചോദിക്കണേ, എനിക്ക് ഇങ്ങനെ തന്നൂടെ എന്ന് പറയണം. അപ്പോൾ ഒന്ന് ആലോചിച്ചാക്കിയാൽ മതി. അത് തരാൻ വൈകി ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് അപ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റുമുണ്ടായി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നാൽ കുഴപ്പമില്ല. എല്ലാവർക്കും കൊടുക്കുന്ന പോലെ നമുക്ക് കൊടുക്കാറില്ല. എത്ര ഇടിച്ചിട്ടുണ്ടോ കുഴപ്പമില്ല. അങ്ങനെ കുറേ ഉണ്ടെന്നേ, കുറേ വിഷയങ്ങളുണ്ട്. ഇതൊക്കെയാണ് കാളി മാസ്റ്ററിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സിനിമ കണ്ടിട്ട് നമുക്ക് ബാക്കി വരാം.